ഹായ്, ടുഡേസ് ടോപ്പിക് ഇസ് ഫസ്റ്റ് ട്രൈമിസ്റ്റർ ബ്ലീഡിംഗ് അല്ലെങ്കിൽ ആദ്യത്തെ 3 മാസത്തിലുള്ള ബ്ലീഡിംഗ്. അപ്പം എന്തൊക്കെയാണ് കാരണങ്ങൾ? ഒന്ന്, ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ്, അതായത് ബേബി പോയിട്ട് അറ്റാച്ച് ചെയ്യുമ്പോഴുള്ള ബ്ലീഡിംഗ്, അത് നോർമലാണ്. രണ്ടാമത്തേത്, ബേബിയുടെ പൊസിഷൻ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ, അതായത് എക്ടോപിക് പ്രഗ്നൻസി, ട്യൂബിലുള്ള ഗർഭം എന്ന് പറയും, അല്ലെങ്കിൽ ഹൈഡാറ്റിഡിഫോം മോൾ ഓർ മോളാർ പ്രഗ്നൻസി, അല്ലെങ്കിൽ മുന്തിരിക്കൊല ഗർഭം, അല്ലെങ്കിൽ അബോർഷൻ. സോ ഇതാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള DDs ഓർ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ്. സോ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ ഫസ്റ്റ് പേഷ്യൻ്റെ ഹിസ്റ്ററി നമ്മൾ ചോദിക്കണം. നെക്സ്റ്റ് ക്ലിനിക്കലി എക്സാമിൻ ചെയ്യണം. തേർഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സ്കാൻ ആണ്. സോ സ്കാൻ പ്രിഫറബിളി TVS ഓർ വജൈനൽ സ്കാൻ ആണ് നമ്മൾ ചെയ്യുന്നത്. എസ്പെഷ്യലി ബേബി എവിടെയാണെന്ന് മനസ്സിലാക്കാനും ഈ മുന്തിരിക്കൊല ഗർഭം റൂൾ ഔട്ട് ചെയ്യാനും അബോർഷനുള്ള എന്തെങ്കിലും ഫീച്ചേഴ്സ് ഉണ്ടോ എന്ന് നോക്കാനും ബേബിയുടെ ഹാർട്ട് ബീറ്റ്, ഗ്രോത്ത് ആ ഒരു വീക്സിന് കറസ്പോണ്ടിങ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. മിനിമൽ ബ്ലീഡിംഗ് ആണെങ്കിൽ നമുക്ക് അഡ്മിഷൻ്റെ ആവശ്യമില്ല. പേഷ്യൻ്റ് സ്റ്റേബിൾ ആണെങ്കിൽ നമുക്ക് പ്രൊജസ്ട്രോൺ സപ്ലിമെന്റ്സ് അല്ലെങ്കിൽ എന്താ പറയുക പ്രഗ്നൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് കൊടുത്തിട്ട് പേഷ്യന്റിനെ വീട്ടിലേക്ക് വിടാം. ഓർ നമുക്ക് ഡിപ്പെൻഡിങ് അപ്പോൺ ദ കണ്ടീഷൻ നമുക്ക് വേണമെങ്കിൽ റെസ്റ്റും അഡ്വൈസ് ചെയ്യാം ഓർ ഫ്രീക്വൻറ്റ് സ്കാൻസ് ചെയ്യാം. പിന്നെ DDസിനനുസരിച്ച് ഇപ്പോൾ ട്യൂബൽ പ്രഗ്നൻസി അല്ലെങ്കിൽ ഹൈഡാറ്റിഡിഫോം മോൾ ആണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ആഫ്റ്റർ 1 വീക്ക് കഴിഞ്ഞിട്ട് പേഷ്യന്റിനെ ക്ലിനിക്കലി അസസ് ചെയ്യാം. ഓർ പേഷ്യന്റെ കണ്ടീഷൻ അൺസ്റ്റേബിൾ ആണ്, നല്ല ബ്ലീഡിംഗ് ഉണ്ട്, BP ഫോൾ ഉണ്ട്, ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള, അതായത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളുടെ ഗർഭപാത്രത്തിന്റെ അടി തുറന്നിട്ടുണ്ട്, ബ്ലീഡിംഗ് ഉണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവാക്യുവേഷനും അതായത് അത് റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയറൊക്കെ ചെയ്യേണ്ടതാണ്. സോ പേഷ്യന്റെ കണ്ടീഷൻ എങ്ങനെയാണ്, ബ്ലീഡിങ്ങിന്റെ എമൗണ്ട് എങ്ങനെയാണ്, എക്സാമിനേഷൻ ഫൈൻഡിങ് എങ്ങനെയാണ് എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഫർദർ ആയിട്ടുള്ള പ്രൊസീഡിങ്സ് ചെയ്യുന്നത്. നോർമൽ ആയിട്ടുള്ള റൊട്ടീൻ ഇൻവെസ്റ്റിഗേഷൻ, ഹീമോഗ്ലോബിൻ അറിയാനും പിന്നെ പേഷ്യന്റ് ഓവറോൾ വെൽബീയിങ് ഒക്കെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അഡ്മിഷൻ റിക്വയർഡ് ആണെങ്കിൽ അഡ്മിഷനും വേണം. താങ്ക് യു.